കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. ഇന്ന് രാവിലെ തൃശൂർ മാളയിൽ വെച്ചാണ് അമിത് ഉറാങ് പിടിയിലായത്. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് അമിത്തിനെ കണ്ടെത്താനായത്. മാളയിൽ വെച്ച് അറസ്റ്റിലായ അമിത്തിനെ ഉച്ചയോടുകൂടി കോട്ടയത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇനി വൈദ്യപരിശോധനയ്ക്കായി അമിത്തിനെ കൊണ്ടുപോവുകയാണ്. ഇന്നലെ വലിയ നടുക്കത്തോടു കൂടിയാണ് തിരുവാതുക്കലെ കൊലപാതകം നാടൊന്നാകെ കേട്ടറിഞ്ഞത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എവിടേക്കാണ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത്? ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമോ? നിലവിൽ പ്രതി അമിത് ഉറാങ്ങിനെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്കാണ് ആ പ്രതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കൊരു 2 മണിയോട് കൂടിയിട്ടാണ് തൃശ്ശൂരിൽ നിന്നും കോട്ടയം അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടായത്. തുടർന്ന് കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നു. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പൂർത്തീകരിക്കുകയുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ആരോഗ്യ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തന്നെ ഈ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്ന് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നാളത്തേക്ക് നീണ്ടുപോകാനും സാധ്യതയുണ്ട്. വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നാളത്തേക്ക് നീണ്ടുപോകാനും സാധ്യതയുണ്ട്. എന്തായാലും പരമാവധി വേഗത്തിൽ തന്നെ ഈ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ പോലീസ് നടത്തിയിട്ടുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഈ വ്യക്തിവൈരാഗ്യം തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി സമ്മതിച്ചതായിട്ടുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി അടക്കം ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് ആ രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതി വിജയകുമാറുമായിട്ട് നിന്നിരുന്ന ചില വ്യക്തിവൈരാഗ്യം, അതായത് ഈ വിജയകുമാറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന സമയം ഉണ്ടായിട്ടുള്ള മോഷണ കേസിലുണ്ടായിട്ടുള്ള അറസ്റ്റ്, അതുകൂടാതെ ആ അറസ്റ്റിൻ്റെ സമയത്ത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ഇയാളുടെ വനിതാ സുഹൃത്ത് അവർ ഇയാളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ തന്നെ ആകാം ഇത്തരത്തിൽ വിജയകുമാറിനോടും കുടുംബത്തിനോടും ഈ പ്രതി അമിത്തിന് വ്യക്തിവൈരാഗ്യം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അരുംകൊലയിലേക്ക് നീങ്ങാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിൻ്റെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോട്ടയം നഗരത്തിൽ എത്തുകയുണ്ടായത്. തുടർന്ന് ഇവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുകയും റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് തുടർന്നുള്ള 2 ദിവസങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിജയകുമാറിൻ്റെയും മീരയുടെയും വീടും പരിസരവും ഒക്കെ തന്നെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ തെളിവെടുപ്പും നടത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കോട്ടയം എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് വിശദമായി അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെയാണ് തൃശൂർ മാളയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്.